ഇനി തോട്ടിങ്ങൽ സെയിന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ നിന്നും റോഷിപാൽ ഉണ്ട്. അവിടുത്തെ 2 ബൂത്തുകളുടെ വിവരങ്ങളുമായി. റോഷിപാൽ, എന്താണ് ആ ബൂത്തുകളുടെ മുന്നിലെ സ്ഥിതി? ഉച്ചയ്ക്ക് ഒരു വിശ്രമം കഴിഞ്ഞ് എത്താമെന്ന് കരുതുന്ന വോട്ടർമാരുണ്ട്. ഉച്ചയ്ക്ക് പൊതുവെ ബൂത്തുകളിൽ തിരക്ക് കുറവാണ് കാണാറ്. പക്ഷേ റോഷി, എന്താണ് അവിടെ കാണുന്നത്? സ്മൃതി, പാലക്കാട് നഗരസഭയിലെ 95-96 ഈ ബൂത്തുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ആകെയുള്ള സമ്മതിദായകരുടെ എണ്ണം 450 മാത്രമാണ്. അതിൽ പുരുഷന്മാർ 214, സ്ത്രീകൾ 236. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റവും വോട്ടർമാർ കുറഞ്ഞ ഒരു പോളിംഗ് ബൂത്തിന് മുന്നിലാണ്. ഇത് 96 തൊട്ടപ്പുറത്ത്. അതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കാണാത്തത്. റെസിഡൻഷ്യൽ കോളനികൾ, അങ്ങനെ ഫ്ലാറ്റുകളൊക്കെയാണ്. VIP പോളിംഗ് ബൂത്താണ്. തൊട്ടടുത്ത് 95. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഇതാ കാത്തിരിക്കുന്നു എല്ലാവരും. ഭക്ഷണമൊക്കെ തിരക്ക് കുറവാണെന്ന് കരുതി തന്നെ ആയിരിക്കാം. അമ്മ നേരത്തെ എത്തിയോ? ഭക്ഷണമൊക്കെ കഴിച്ചാണോ വന്നത്? കുറെ സമയമായോ കാത്തിരിക്കുന്നു? ഹാപ്പിയാണ്? ഭക്ഷണമൊക്കെ കഴിച്ചു? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഹാപ്പി അല്ലേ? അപ്പൊ ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കല്ലേ? വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. കുറെ സമയമായോ? അടുത്തോ? ആവേശത്തോടെ വോട്ട് ചെയ്തു. ചേച്ചി വോട്ട് ചെയ്തോ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. ഈ തിരക്ക് കുറവായിരിക്കും ഈ സമയത്ത് പൊതുവെ? ഓക്കെ. അപ്പം ഈ ഉച്ച സമയത്ത് പൊതുവെ പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് കുറവായിരിക്കും എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയുള്ള ധാരണയിലായിരിക്കാം ഇത്രയും പേര് എത്തിയത്. ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. നീണ്ട നിര എന്ന് പറയാം. ഇപ്പോ വനിതാ വോട്ടർമാരുടെ നിരയാണ്. സമാനമായി തന്നെ പുരുഷന്മാരും ഇതേപോലെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ചു പേർ കന്നി വോട്ടാണോ എന്ന് സംശയമുണ്ട്. കന്നി വോട്ടാണോ? അല്ല. എത്രാമത്തെ വോട്ടാണ്? 3ാമത്തെ വോട്ടാണ്. ഓക്കെ, കണ്ടിട്ട് ഞാൻ കരുതി കന്നി വോട്ടാണ്. റോഷി ഇപ്പൊ കഴിഞ്ഞ 10-35 ദിവസമായിട്ട് റോഷി അവിടെ തന്നെയാണ്. വലിയ പ്രചാരണങ്ങളൊക്കെ ആണല്ലോ നടന്നത്. അപ്പൊ നമ്മൾ കാത്തിരുന്നത് ഈ പ്രചാരണത്തിന്റെ ആ ഒരു ആവേശം വോട്ടെടുപ്പ് ദിവസം പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. റോഷിയുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? മൊത്തം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പൊതുവെ ഈ പ്രചാരണത്തിന്റെ ആ ഒരു ആവേശം വോട്ടെടുപ്പിലും കാണാനുണ്ടോ? ഉണ്ണിപ്രദർശൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുടക്കം മുതൽ തന്നെ പാലക്കാട് ഈ പ്രചാരണം ഓളം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാന ഘട്ടത്തിലാണ് വലിയ ആവേശമുണ്ടായത്. പക്ഷെ ത്രികോണ മത്സരം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ പാർട്ടിയുടെയും പ്രവർത്തകർ, നേതാക്കളൊക്കെ പലവട്ടം വീട് കയറി വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒന്നല്ല 7 തവണയൊക്കെ പല വീടുകളിലും കയറിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. ലഘുലേഖ വിതരണം അല്ലാതെ വോട്ടഭ്യർത്ഥിച്ചൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വോട്ടർമാരുടെ ഒഴുക്ക് പോളിംഗ് ബൂത്തിലേക്ക് ആ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് 2 ഇടങ്ങളിൽ, ഇപ്പോൾ വയനാടും ചേലക്കരയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞതുപോലെ സമാനമായ രീതിയിൽ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറയുമെന്ന ആശങ്ക ഇന്നലെ ഭൂരിഭാഗം മുന്നണികളുടെയും നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പോളിംഗ് ശതമാനം അങ്ങനെ ഉയരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇനി അങ്ങോട്ട് ഉച്ച കഴിഞ്ഞ് പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല. കാരണം ഇവിടെ ഈ രഥോത്സവത്തിന് പിന്നാലെയുള്ള ഈ തേര് കാറ്റുണ്ട്. നല്ല ചൂടാണ്. കാലാവസ്ഥയും അങ്ങനെയാണ്. ഒരുപക്ഷെ വൈകിട്ടാവുമ്പോഴത്തേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് ആളെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കാണുന്നതൊക്കെ ഇവരൊക്കെ ആവേശത്തോടെ, ഇതിൽ യുവാക്കളുണ്ട്, പ്രായം ഏറിയവരുണ്ട്, ഈ കന്നി വോട്ടർമാരടക്കമുണ്ട്. അവരൊക്കെ ആവേശത്തോടെ തന്നെ ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ആഹ്ലാദിക്കാൻ, അല്ലെ ആ തരത്തിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യം. എന്നാലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക്, മുന്നണികൾക്ക് അവരുടെ കണക്കുകൂട്ടലുകൾക്കിടയിൽ ഈ പോളിംഗ് ശതമാനം കുറയുന്നത്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് പോളിംഗ് ശതമാനം ഉയരാത്തതിൽ ഒരു നെഞ്ചിടിപ്പ് ഉയർത്തുന്നുണ്ടാകാം. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ആർക്കത് അനുകൂലമാകും, തിരിച്ചടിയാകും എന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമാണ്. ഏതായാലും പ്രചാരണം, ഈ പരസ്യ പ്രചാരണം, ഈ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമൊക്കെ താരതമ്യേന കുറവാണെങ്കിലും വീട് കയറി ഗൃഹസന്ദർശനം നടത്തി കൃത്യമായ പ്രചാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ആവേശമൊന്നും ഈ പോളിംഗ് ദിനത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ എന്നാൽ പോലും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഓരോ മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. വീടുകളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബൂത്തിൽ താരതമ്യേന തിരക്കുണ്ട്. എന്നാൽ പോലും
സമയം വൈകുകയാണ്. എല്ലാവരും വേഗം പോളിംഗ് ബൂത്തിലേക്ക് എത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ തിരക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഈ കാണുന്ന ക്യൂവിൽ ഏതാണ്ട് ഒരു 10-40 പേര് മാത്രമാണുള്ളത്. വേഗത്തിൽ തന്നെ ഈ പോളിംഗ് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഇത്രയേറെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പാലക്കാട് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും വോട്ട് ചെയ്യാൻ ആരെങ്കിലും കാത്തിരിക്കുക ഉച്ചയ്ക്ക് മുന്നേ അല്പനേരം പോളിംഗ് ശതമാനത്തിൽ അല്പം കുറവ് എന്നൊരു ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പടിപടിയായി ഇത് ഉയരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോശമല്ലാത്തൊരു കണക്കിലേക്ക് എത്തുകയും ചെയ്തു.